അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിൽപ്പന സ്വപ്നം കണ്ടാൽ, കച്ചവടം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വസ്തുക്കൾ വിൽക്കാനുള്ള ആളുകൾ അതുമായി ബന്ധിച്ചുകൊണ്ട് സ്വപ്നവും കാണാൻ സാധ്യത ഏറെയാണ്. വീട് വിറ്റിട്ട് വേറെ വീട് വാങ്ങണം, അതുപോലെ തന്നെ സ്ഥലങ്ങൾ വിറ്റിട്ട് മറ്റുള്ള ആവശ്യങ്ങൾ നിർവഹിക്കണം, ഒരു വാഹനം വിറ്റിട്ട് മറ്റൊരു വാഹനം മേടിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിൽപ്പനയും നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. വിൽപ്പന നടക്കാതെ ഇങ്ങനെ കുറേ തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കാറും ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അത് തന്നെയായിരിക്കും സ്വപ്നവും കാണുക. ഒരു വസ്തു അത് തന്നെ സ്വപ്നം കാണുമ്പോൾ അത് തന്നെ അതിൻ്റെ വ്യാഖ്യാനം ആയി വരൽ വളരെ വിരളമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കള്ളു കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം കള്ളുകുടിയനാകും എന്നല്ല. ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മുർത്തദ്ദാകും എന്നല്ല. ഒരാളെ നിഷ്ഠൂരമായിട്ട് വധിച്ചു കളയുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം അവനൊരു കൊലപാതകനാകും എന്നും അല്ല. ഒക്കെ വ്യത്യസ്തമായ രൂപത്തിലാണ് വ്യാഖ്യാനം കയറി വരല്. അനുമാനത്തിൻ്റെ പേരിൽ നമ്മൾ വ്യാഖ്യാനം ഒന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിലും അത് ശരിയല്ല. എന്നാൽ അപൂർവത്തിൽ കണ്ടത് തന്നെ അതിൻ്റെ വ്യാഖ്യാനമായി വരുന്ന അപൂർവത്തിൽ വ്യാഖ്യാനം ഉണ്ട് താനും. അങ്ങനത്തെ സ്വപ്നമുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ വിൽപ്പന, ഷിറാ. മഹാനായ അബ്ദുൽ ഗനി നാബൽസി റഹിമഹുല്ലാ അവിടുത്തെ തഅ്തീറുൽ അനാം ഫി തഅബീറുൽ മനാം എന്ന് പറയുന്ന കിതാബിൻ്റെ 306-ാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട്. ഷിറാ വശിറാഉ ഹുവ ഫിൽ മനാമി ബൈഉൻ എന്ന് തന്നെയാണ്. കണ്ടോ, ഒരു വസ്തു അത് വിൽക്കുന്നതായിട്ട് വിൽപ്പന കച്ചവടം നടത്തുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ബൈഉൻ, കച്ചവടം എന്ന് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഓരോ ഒരവസ്ഥക്കനുസരിച്ച് കൊണ്ടും കൂടുതൽ കാണുമ്പം അതിനനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യാഖ്യാനം മാറും. എന്നാലും വ്യാഖ്യാനം ഒന്ന് തന്നെയായിരിക്കും. അതിൽ കുറച്ച്, കാരണം കച്ചവടത്തിൽ ലാഭം ഉണ്ടാകും, നഷ്ടം ഉണ്ടാകും, അല്ലെങ്കിൽ ബറാബറയായിരിക്കും, ഇങ്ങനെ പല കോലത്തിലുണ്ടാകും. അങ്ങനെയൊക്കെ ആവുക എന്നല്ലാതെ വ്യാഖ്യാനം ഒന്ന് തന്നെയാവുക കാര്യമായിട്ട് കേട്ടോ.